ഇക്കോയും കുഞ്ഞമ്മവും ആസ്പത്രിയിൽ വെച്ച് മരിച്ചുപോയെന്നാ കേട്ടത്. അയ്യോ, എന്റെ അപ്പച്ചൻ പാവാണ്. എന്റെ അപ്പച്ചനെ രക്ഷിക്കണേ. വലിയ മുതലാളി വിചാരിച്ച ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ജോയിയുടെ അപ്പച്ചൻ നാളെ തന്നെ വരത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ കൊലക്കേസാണെങ്കിൽ എന്ത് ചെയ്യാനൊക്കെ. അയ്യോ, അങ്ങനെ പറയരുതേ. ഞങ്ങൾ പാവങ്ങളാണ്. എന്റെ അപ്പച്ചനില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യും? എടാ ജോയിയെ, എന്നാ അമ്മച്ചി? ഇവിടെ ഇപ്പോഴത്തെ ഇൻസ്പെക്ടറെ നമ്മുടെ തെക്കാക്കുന്നത്തെ ജോർജ് കുട്ടിയല്ലേ? അതെ അമ്മച്ചി. നീ പോയി ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് കഴിയുമെങ്കിൽ തോമായ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോവാ. നേരെ ഒന്ന് വിളിക്കട്ടെ അമ്മച്ചി. ഈ രാത്രിയിൽ എന്നാ ചെയ്യാനാ? കൊച്ചു മുതലാളി, ഞങ്ങളുടെ അപ്പച്ചനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. ഞാൻ നാളെ തന്നെ മടങ്ങി പോകുന്നു. നിനക്ക് ഒരു മാസത്തെ അവധി ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. കല്യാണം നടക്കാതെ പോയത് കൊണ്ടാണെങ്കിൽ നീ വിഷമിക്കണ്ട. നിനക്ക് ഞങ്ങൾ വേറൊരു നല്ല പെണ്ണിനെ ഉണ്ടാക്കി തരാം. അതുപോലെ അതിനാരും ബുദ്ധിമുട്ടണ്ട. എനിക്കിനി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞാൽ ഒക്കുമോ മോനെ? നിനക്ക് മേരീനെ തന്നെ കെട്ടണം നിർബന്ധമാണെങ്കിൽ കെട്ടിക്കും. ഞങ്ങൾ എഴുതി നിൽക്കുന്നില്ല. പക്ഷേ തോമ അതിന്റെ ഇടയിൽ ഒരു കുന്ത്രാണ്ടം ഉണ്ടാക്കി വെച്ചില്ലേ? കൊലക്കേസാണെങ്കിൽ ഇപ്പോഴെങ്കിലും അവിടുന്ന് തലയെ ഊരിക്കൊണ്ട് പോരാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, അപ്പം കൊലക്കേസ് പെട്ടിയെടുക്കുമ്പോ മോള് കല്യാണത്തിന് സമ്മതിക്കോ? നീ ഇത് കുടിക്കടാ മോനെ. ആ വണ്ടി വന്നിറങ്ങണ തോമയല്ലേ? കൊച്ചുമുതലാളി, എന്റെ പേലോട്ടൊന്ന് കറി വെച്ച് പോരാ. അല്ല, തോമാറ്റം വന്നല്ല. എന്റെ കർത്താവേ, നീ ഞങ്ങളെ രക്ഷിച്ചു. എടി മേരിക്കുട്ടിയേ, അമ്മിണിക്കുട്ടിയേ, ഇങ്ങോട്ട് വരീനടി. അപ്പച്ചൻ വന്നടി. അമ്മച്ചിയേ, അങ്ങോട്ട് കയറി ഇരുന്നാൽ അങ്ങനെയല്ല, അങ്ങനെയല്ല. കൊച്ചുമുതലാളി ഇങ്ങോട്ട് ഇരുന്നാ. കൊച്ചുമുതലാളി വന്നതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി. ഈ സഹായം മരിക്കണ വരെ ഞങ്ങൾ മറക്കില്ല മുതലാളി. ഓ, അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായം ചെയ്തു. അല്ലാതെന്താ? എന്താ സങ്കടമെല്ലാം തീർന്നോ? കേസ് എങ്ങനെ ഇരിക്കുന്നു ചോദിക്കും ഞാൻ. ഓ, കേസൊന്നും സാരമില്ല. ആസ്പത്രിയിൽ വെച്ച് തന്നെ ഇക്കോനും കുഞ്ഞമ്മനും ബോധം തെളിഞ്ഞു. അപ്പോ അവര് ചത്തില്ലേ? എവിടെ ചാകാൻ? അവർ ആസ്പത്രിയിൽ നിന്ന് വന്നതിന് ശേഷം കേസൊക്കെ ഞാൻ പറഞ്ഞു തീർത്തുള്ള. എല്ലാം കൊച്ചുമുതലാളിയുടെ കാരുണ്യമൊന്നല്ല. ഞാൻ എന്നാ പറയാനാ? ഞാൻ ഇറങ്ങട്ടെ. പോലെ ഞാൻ പറയല. തുള്ളി വെള്ളം പോലും കുടിക്കാതെ. അതിനൊക്കെ സമയമുണ്ടല്ലോ. അപ്പോ എല്ലാവരോടും കൂടി ഏതാണ്ട് കാലക്കാരുണ്ടായിരുന്നത് തീർന്നെന്നാ എനിക്ക് തോന്നുന്നു. എടീ, വർത്താനം പറഞ്ഞുകൊണ്ട് നീക്കാണ്ട് ഇമ്മണി കരിഞ്ഞാട്ടാലിട്ട് വെള്ളം തിളപ്പിച്ചത് പോലീസുകാരിടിച്ച് ചമ്മന്തിയാക്കി കാണും. എന്നെ പോലീസുകാർ ഒന്നും ചെയ്തില്ല അമ്മേ. പിന്നെന്തിനാണ് നിന്നെ പോലീസുകാർ കൊണ്ടുപോയത്? എന്റെ കളവി, നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? ഞാൻ പോന്ന് തടഞ്ഞിച്ചടത്തി. എടീ, കപ്പ ഒഴുങ്ങിയതാ കട്ടണമൊന്നും ഇല്ലേടി. നിങ്ങൾ വന്ന് കൈയും കാലും കഴിയും. എല്ലാം കൊടടി. ഇന്നലെ രാത്രി അവൻ ഒന്നും കൊടുത്തു കാണത്തില്ല. അവിടെ ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ടോ? ഇതാരും തോമയോ? ഈയിടയ്ക്ക് എന്തോ കേസൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെ ഒരു ആപത്തൊക്കെ ഉണ്ടായി. ഇവിടത്തെ കൊച്ചുമുതലാളി ഞാൻ അറിഞ്ഞു. അവന്മാർ രണ്ടും ചാകാതിരുന്നത് തോമയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്താ തോമ ഇങ്ങോട്ട് പോകുന്നത്? മുതലാളിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? പെണ്ണിന്റെ കല്യാണത്തിന് കുറച്ച് ഒരു 500 രൂപ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ കല്യാണമൊക്കെ തീരുമാനിച്ചോ? തീരുമാനിച്ചു. 10-ാം തീയതി. നാളെ മനസ്സോദ്യം. നാളെ മനസ്സോദ്യം വെച്ചിരിക്കുക. പിന്നെ എത്രയാ തീയതി? ഇന്ന് 3. അപ്പൊ തോമ ഒരു കാര്യം ചെയ്യും. മനസ്സോചിതം കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. പിന്നെ എന്റെ ഇപ്പൊ രൂപയൊന്നും ഇല്ല. അപ്പോ മനസ്സോദ്യം നടക്കട്ടെ. അതെന്തിനു മുടക്കുന്നു? അത് കഴിഞ്ഞിട്ട് തോമ ഇങ്ങോട്ട് വാ. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നമ്മുടെ ആശ പോലെ നടന്നു.
ഇനി കല്യാണം കൂടെ കഴിഞ്ഞാലേ എന്റെ മനസ്സിനൊരു സമാധാനമുള്ളൂ. ഓ നിന്റെ ഈ പറച്ചില് കേട്ടാത്തൊന്നും മത്തായി കുട്ടിയേക്കാൾ ധൃതി നിനക്കാന്ന്. അക്കാച്ചേട്ടത്തി പറഞ്ഞത് നേരാ. ഈ കല്യാണം കഴിഞ്ഞാലേ എനിക്കും ഒരു മനസമാധാനം വരുള്ളൂ. പിന്നെ തോമാച്ചനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നതാ? ഇപ്പൊ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു. ആ കല്യാണത്തിന്റെ തലേന്നാളെ രൂപ 500 തരണം. എങ്കിലേ ഞങ്ങള് പള്ളിയിലോട്ടുള്ളൂ. അത് നീ ഇപ്പൊ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ട് വേണം തോമാച്ചൻ അറിയാൻ പറ്റിയോ? ഞാനൊന്ന് പറയുമായിരുന്നു. നിങ്ങൾ പേടിക്കുന്നിട്ടും വേണ്ട, പറഞ്ഞ 500 രൂപ ഇന്നേ അങ്ങ് തന്നേക്കാൻ മതിയോ? അയ്യോ ഇപ്പൊ വേണ്ട, കല്യാണത്തിന്റെ തലേന്നാൾ ഇങ്ങ് തന്നേച്ചാ. അത് വേണ്ട, ഇന്നേ പിടിച്ചോ. തോമാച്ചൻ അങ്ങനെ നിർബന്ധമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ഒന്ന് പോയേച്ചും വരാം. അതാ വഴി. മനസ്സ് ചോദ്യമൊക്കെ കഴിഞ്ഞു. അപ്പൊ തോമ പണത്തിന് വന്നതായിരിക്കും. അതെ. എന്റെ തോമ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഞാൻ കുറെ റബ്ബർ കയറ്റി അയച്ചിട്ട് ആകെ കുഴപ്പത്തിലായി. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുക. 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരാൻ ഒക്കുകയുള്ളൂ. അയ്യോ മലയാളി, കല്യാണം 10-ാം തീയതി. ആ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് ഞാൻ ഒരു സ്നേഹിതനോട് രൂപ കടം മേടിച്ചുകൊണ്ടാണ് ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് പോകുന്നതെന്ന്. ഇപ്പോ തൽക്കാലം തോമ ഒരു കാര്യം ചെയ്യും, ഇത് വെച്ചോ. മുതലാളി, ഇത് 10 രൂപയല്ലേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും ആവില്ല മുതലാളി. സ്ത്രീധനമൊക്കെ നമുക്ക് കൊടുക്കാൻ തോമാ. കല്യാണം നടക്കട്ടെ, അവരോടൊന്ന് ക്ഷമിക്കാൻ പറ. ഇത് വെച്ചോ. സ്ത്രീധനം മുമ്പാർ കൊടുക്കാതെ അവർ കല്യാണത്തിന് വരില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോക്കുമ്പോ കയ്യിലുണ്ടെങ്കിലല്ലേ തരാമോ? കുന്ന പിടിക്കുന്നോ? ഇത് വേണ്ട മുതലാളി. വേണ്ടെങ്കിൽ വേണ്ട. മുതലാളി ചതിക്കരുത് മുതലാളി. മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം മുതലാളി. എന്നെ ചതിക്കരുത് മുതലാളി. മുതലാളി എന്നെ സഹായിക്കണം മുതലാളി. മുതലാളി ഒരു മുതലാളി. എന്റെ കർത്താവേ, ഞാൻ ഇനി എന്നാ ചെയ്യും? എനിക്കിത് അന്നേ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ രൂപ 500 തരാണ്ട് ഞങ്ങൾ പള്ളിയിലോട്ട് വരികയല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി എന്ന് വെച്ചാ ആ മുതലാളി ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞ. ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് വേണമെന്ന് പറ, അതൊന്ന് കേക്കട്ടെ. തോമാച്ചൻ എന്ത്? നിങ്ങളോട് ഈ കാര്യം പറഞ്ഞായിരുന്നു പറഞ്ഞ് അങ്ങാട് ഇറങ്ങിപ്പോയതാണ്. എവിടെ പോയെന്ന് അറിയാൻ മേല. കണ്ടോ, ഇത് തന്നെ ഒരു വിളവല്ലേ? വിളവൊന്നുമല്ല അക്കച്ചേടത്തി, നിങ്ങളുടെ നേരെ നോക്കി വർത്താനം പറയാനുള്ള വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പൊ തോമാക്ക് കല്യാണം വേണ്ടാന്നായിരിക്കും. അതെ. അയ്യോ അങ്ങനെ പറയല്ലേ, മനസ്സ് യുദ്ധം നടന്നതല്ലേ. കല്യാണം കഴിഞ്ഞാലും മുതലാളി തിരിച്ചു വന്നാൽ പണം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കല്യാണം നടന്നോട്ടെ. അത് മനസ്സിലിരിക്കട്ടെ. രൂപ 500 മുമ്പേ എണ്ണി തരാണ്ട് മത്തായി കുട്ടീനെ കിട്ടുകയില്ല. സ്ത്രീധനത്തുക മാത്രം കട കേൾക്കാൻ മേല എന്ന പ്രമാണം. ഇവരോട് പോവാൻ പറയാൻ പറ്റി. പണമില്ലെങ്കിൽ കല്യാണം നടക്കില്ല, അത്രയല്ലേ ഉള്ളൂ. അമ്പടി, ഞങ്ങള് പറഞ്ഞു നിനക്ക് പിടിച്ചില്ല അല്ലേടി? പറയാനുള്ളത് അമ്മച്ചി പറഞ്ഞില്ലേ? പിന്നെ ഇട്ട് വിഷമിപ്പിച്ച പണം വരുമോ? നീ ഒന്നും പറയണ്ട അടി മോളെ. ഇവിടെ വർത്താനം കേട്ടാ തോന്നും നമ്മുടെ മോന് വേറെ പെണ്ണ് കിട്ടുകയല്ലെന്ന്. നീ അധികം കിടന്ന് വാശി പിടിച്ചാലുണ്ടല്ലോ, ഈ കല്യാണം നിശ്ചയിച്ചിരിക്കണ അന്ന് തന്നെ മത്തായി കുട്ടിയെ കൊണ്ട് ഞാൻ വേറെ പെണ്ണ് കിട്ടി. നീ നിന്റെ പാട് നോക്കി പോടിയപ്പുറം. ഞാൻ എന്റെ പാട് നോക്കി എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിഞ്ഞു കയറി വന്നല്ലേ ഇവളി പറഞ്ഞു വെച്ചത്. ഭർത്താവേ, നീ അത് പറയണവടി. ഇത്രയും പേരുദോഷം കേട്ട നിന്നെ ഞങ്ങളുടെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാന്ന് വെച്ചാൽ ഞങ്ങളോട് നീ ഇത് പറയണവടി. പേരുദോഷമാ? എന്നതാണ് പേരുദോഷം? എന്താണ് പേരുദോഷമൊന്നും ഇല്ലേ? ആദ്യം കേട്ട് കറിയായുമായിട്ട് കയ്യാണെന്ന്, അതിനിടയല്ലേ ഇക്കോച്ചനും കുഞ്ഞമ്മവും കയറി വന്നു. ഇറങ്ങണ പെരേ കരുന്നുണ്ട് കളവനും കളത്തിയും കൂടി വേണ്ടാതെ ഞാൻ പറയണ. ചവിട്ടാനും പിടിക്കാനും ഒന്നും വരണ്ട, ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. അങ്ങ് അടിച്ചല്ലേ മനസ്സിലാദ്യം നടന്നെങ്കിലേ അങ്ങാട് മറന്നു കള. നിങ്ങൾക്ക് പെണ്ണ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. തീർന്നല്ല. ഞങ്ങളുടെ ചെറുക്ക് വേറെ പെണ്ണ് കിട്ടുമല്ലോ ഞങ്ങൾ നോക്കട്ടെ കേട്ടാ.